وعلى آله وأصحابه أجمعين. അഭിവന്ദരായ വേദിയിലെ ധന്യസാന്നിധ്യങ്ങളായ പി മധുസൂദനൻ, മറ്റു പണ്ഡിതന്മാർ, നേതാക്കൾ, സ്നേഹമുള്ള സഹോദരന്മാർ, വളരെ ദീർഘനേരമായി ഒട്ടേറെ പ്രഭാഷണങ്ങൾക്ക് ശേഷമാണ് ചുക്കിച്ചുളിഞ്ഞു പോയ ഒരു വൃദ്ധയെപ്പോലെ ഈ സദസ്സ് ഇങ്ങനെ ശോഷിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല. പക്ഷേ ഒന്ന്, ഇന്ത്യയുടെ ഇന്നത്തെ ഈ പുതിയ കരാള ഭീകരമെന്ന് തോന്നിപ്പിക്കാവുന്ന തരത്തിലുള്ള വർത്തമാനകാലത്ത് രാജ്യം തന്നെ അത്താണിയില്ലാതെ നിൽക്കുന്ന ഘട്ടത്തിൽ രണ്ടത്താണിയിൽ ഇത്തരമൊരു പരിപാടിയിലൂടെ നാടിന് മാതൃകയാകാൻ സാധിച്ചു എന്നതിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. മതങ്ങൾ പഠിപ്പിക്കുന്ന സ്നേഹവും നന്മയും അതിൻ്റെ യഥാർത്ഥമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാതെ പോയതാണ് മതവിശ്വാസികൾക്ക് പോലും പലപ്പോഴും മതമിളകാൻ പ്രധാനപ്പെട്ട കാരണമായി മാറിയത്. യഥാർത്ഥ മതമെന്തെന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, മദ്ദീനു യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ മതമെന്ന് ചോദിക്കുമ്പോൾ നബി പറയുന്ന മറുപടിയുണ്ട്, അദ്ദീനു ഹുസ്നുൽ ഖുൽഖ് എന്നായിരുന്നു. ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവത്തിനാണ് മതം എന്ന് പുണ്യനബി പഠിപ്പിക്കുന്നു. തൻ്റെ അനുയായി ആ ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. നബിയുടെ ചാരത്ത് നിന്ന് അദ്ദേഹം പോകാതെ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്കൊക്കെയും ആവർത്തിച്ച് പ്രവാചകന്റെ മറുപടി വന്നത് അദ്ദീനു ഹുസ്നുൽ ഖുൽഖ് എന്നായിരുന്നു. മതമെന്നാൽ അത് ഉത്കൃഷ്ടമായ സ്വഭാവമാണ്. എന്നിട്ടും മനസ്സിലാകാതെ നിന്ന് തൻ്റെ അനുയായിയുടെ മുഖത്തേക്ക് നോക്കി പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, അമാ തഫ്ഖഹു, നിനക്ക് മനസ്സിലായില്ലേ? എങ്കിൽ ഞാൻ പറയാം, അദ്ദീനു അല്ലാ തഗ്ലബ, നിനക്ക് കോപം വരാതിരിക്കുന്നോടത്താണ് മതം എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. വിദ്വേഷത്തിൻ്റെയും സ്പർദ്ധയുടെയും പുതിയ ഇടങ്ങളുണ്ടാക്കിയെടുക്കാനുള്ള ശക്തമായ ശ്രമങ്ങൾ നടക്കുമ്പോഴാണ്, അസഹിഷ്ണുതകളെ പരത്താൻ എന്തൊക്കെയാണ് വേണ്ടത് എന്ന ഗവേഷണങ്ങൾ നടക്കുന്ന സമയത്താണ് പ്രവാചകന്റെ ഈ പരിശുദ്ധമായ അധ്യാപനത്തെ നമ്മൾ പഠിക്കേണ്ടത്. ദേഷ്യം വരാതിരിക്കുന്നോടത്ത് മതമുണ്ടെന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. ഞാൻ പറയുന്നത്, നമ്മുടെ എല്ലാ മതങ്ങളെയും വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും പഠിക്കുമ്പോൾ മനസ്സിലാക്കാനാവുക, ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു മാനവിക വിധാനത്തിലേക്ക് മനുഷ്യനെ എത്തിക്കാൻ സാധ്യമാകുന്ന ഉപദേശ നിർദ്ദേശങ്ങളുടെ ഒരു സമാഹാരമാണ് മതസംഹിതകളെല്ലാം തന്നെ. അതുകൊണ്ടാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മതവിശ്വാസി അല്ലെങ്കിൽ കൂടി മതവിശ്വാസത്തെക്കുറിച്ച് പറയുന്നിടത്ത് അദ്ദേഹം പറഞ്ഞു, പ്രോബബ്ലി ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ഇന്നർ ഡെവലപ്മെന്റ് ഓഫ് ഇൻഡിവിജ്വാലിറ്റി. വ്യക്തിത്വത്തിന്റെ ആന്തരികമായ വളർച്ചയാണ്. അതോടൊപ്പം തന്നെ അതൊരു തരം ഇവല്യൂഷൻ ഓഫ് ഹിസ് കോൺഷ്യൻസസ് ടു എ സർട്ടൻ ഡിറക്ഷൻ വിച്ച് ഈസ് കൺസിഡർഡ് ഗുഡ്. വളരെ നല്ലതെന്ന് പറയാവുന്ന തരത്തിലേക്ക് അവന്റെ ആന്തരികമായ ബോധത്തിന്റെ വളർച്ചയ്ക്കാണ് യഥാർത്ഥത്തിൽ മതം എന്ന് വിളിക്കേണ്ടത് എന്ന് പണ്ഡിറ്റ്ജി സൂചിപ്പിക്കുന്നത് കാണാം. മതം അങ്ങനെയാകുമ്പോഴാണ് ആ അർത്ഥത്തിൽ മതത്തിന്റെ നന്മയെ ഉള്ളിൽ ഉറക്കുന്ന വിധം കൊണ്ടു നടക്കാൻ സാധിക്കുന്ന ഒരു വലിയ മനുഷ്യനാകാൻ കഴിയുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ മതവിശ്വാസിയാകുന്നത്. എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത്? നാം കാണേണ്ടത് എല്ലാ മതങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ആന്തരികമായ അർത്ഥങ്ങളിലേക്ക് നോക്കൂ. എല്ലാ മതവും പറയുന്നത് ഈ പ്രപഞ്ചത്തിന് ഏകനായൊരു നിയന്താവുണ്ട് എന്ന് തന്നെയാണ്. എല്ലാ മതങ്ങളും അങ്ങനെ തന്നെ പറയുന്നു. ഇന്ത്യയുടെ ഏറ്റവും പ്രാചീനമായി നിൽക്കുന്ന അതിൻ്റെ വേദഗ്രന്ഥങ്ങളെ മുഴുവൻ പരിശോധിച്ചാൽ അറിയാം, ദൈവം ഒന്നേയുള്ളൂ എന്ന് പറയാതെ ആരും പോയിട്ടില്ല. സദേവ സൗമ്യ അഗ്രേ ആസീദ്, സത്, ഏകനായ ദൈവം മാത്രമേ നേരത്തെ ഉണ്ടായിരുന്നുള്ളൂ മോനെ. എന്നിട്ട് അതുതന്നെ വിവിധങ്ങളായി മാറണമെന്ന് ആലോചിച്ചപ്പോഴാണ് ഈ പ്രപഞ്ചം വൈവിധ്യങ്ങളുള്ളതായി മാറിയത് എന്നാണ് ഛാന്തോഗ്യോപനിഷത്ത് പഠിപ്പിക്കുന്നത്. അതുതന്നെയാണ് എല്ലാ ഉപനിഷത്തുകളെയും പരതുമ്പോഴും അതുപോലെ തന്നെ ഇന്ത്യയിലെ വേദങ്ങളെ പഠിക്കുമ്പോഴും പഠിക്കാനാവുന്നത് ഇങ്ങനെ തന്നെ. എല്ലായിടങ്ങളിലും കാണുന്നത് ഒരേ ഒരു സത്യത്തെക്കുറിച്ച് പറയലാണ്. ശാസ്ത്രത്തിന് പോലും അതിന് വ്യത്യസ്തമായി പറയാൻ സാധിക്കുന്നില്ലല്ലോ.
ലോകത്തെ ഏറ്റവും പ്രഗത്ഭരായ ശാസ്ത്രകാരന്മാർ സൂചിപ്പിക്കുന്നത് ഈ പ്രപഞ്ചത്തിന് എന്തോ ചില നിയമങ്ങളെ അനുസരിച്ചേ പോകാനാകൂ എന്നാണ്. ഇന്ന് ലോകം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ശാസ്ത്രജ്ഞനാണ് സ്റ്റീഫൻ ഡബ്ല്യു ഹോക്കിംഗ്. അദ്ദേഹം എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പരമ്പരാഗതമായ മതങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ എനിക്ക് വിശ്വാസമില്ലെന്ന് പറയുമ്പോഴും അദ്ദേഹം ഒരു കാര്യം തറപ്പിച്ച് പറയുന്നു: ദ വേൾഡ് അറൗണ്ട് us obeys the laws which have excited the curiosity of human being. മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്ന ചില നിയമങ്ങൾ ഈ പ്രപഞ്ചം അനുസരിക്കുന്നുണ്ട്. ആരെയാണ് അനുസരിക്കുന്നത്? പ്രപഞ്ചത്തിൻ്റെ ഈ നിശ്ചിതമായ നിയമങ്ങളെ ആരാണ് ഉണ്ടാക്കി വച്ചിട്ടുള്ളത്? ആ ചോദ്യത്തിന്റെ അവസാനത്തിൽ എത്തി നിൽക്കുമ്പോൾ സ്റ്റീഫൻ ഡബ്ല്യു ഹോക്കിംഗ് പോലും പറയുന്നുണ്ട്, അങ്ങനൊരു ചോദ്യത്തിന്റെ ഒടുക്കം മനുഷ്യന് കിട്ടേണ്ട ഉത്തരം അത് നാം കണ്ടെത്തേണ്ടത് ദൈവത്തിന്റെ മഹാരഹസ്യത്തെയാണ് എന്നാണ്. If we find that answer, that will be the triumph of human reason. മനുഷ്യൻ ഇന്നേ വരെ അന്വേഷിച്ച അന്വേഷണങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയഭേരി മുഴക്കാൻ സാധ്യമാകുന്നത് ദൈവത്തെ കണ്ടെത്തുമ്പോഴാകുന്നു എന്നാണ് സ്റ്റീഫൻ ഡബ്ല്യു ഹോക്കിംഗ്. ചോദിക്കട്ടെ, ഇതിൽ നിന്ന് വ്യത്യസ്തമായി ആരായി ഏതു മത ആചാര്യനാണ് പറഞ്ഞു പോയത്? അപ്പോ എല്ലാവരും പറഞ്ഞതൊന്നാണ്, ഒരു ദൈവമെന്ന ഒരേ ഒരു ഏകനാകുന്ന സത്യത്തെക്കുറിച്ച് പറയാതെ ഒരു മതവും ഒരു മതാചാര്യനും കടന്നു പോയിട്ടില്ല ഇന്ന് വരെ. മറ്റെന്താണ്? എല്ലാ മതങ്ങളെയും നാം ആറ്റുകുറിച്ച് പഠിച്ചാൽ മനസ്സിലാക്കാനാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ദൈവത്തിന്റെ കീഴിൽ ഒരുമിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു കുടുംബം പോലെ ജീവിക്കാനാകുന്ന മനുഷ്യനെ കുറിച്ചാണ് എല്ലാം പറഞ്ഞത്. സെമിറ്റിക് മതങ്ങളെല്ലാം പറയുന്നു ഒരു ആദം, ഒരു ഹവ്വ. ക്രൈസ്തവ മതമായാലും ജൂതമതമായാലും ഇസ്ലാമായാലും പറയുന്നു ഒരു ആദിമ മനുഷ്യനാകുന്ന ആദമിന്റെയും ഒരു ആദിമ മാതാവാകുന്ന ഹവ്വയിൽ നിന്നുമാണ് ഈ കുഞ്ഞുങ്ങൾ മുഴുവൻ പിറന്നത്. ഏകനാകുന്ന ഏകത്വത്തിന്റെ, മനുഷ്യന്റെ ഏകത്വത്തെ അതിനെ സ്ഥാപിക്കുന്നു. മനുവിൽ നിന്നാണ് മനുഷ്യൻ എന്നതുകൊണ്ടാണ് മനുജൻ, മനു-ജന്മമാണ് മനുഷ്യൻ. അപ്പോ ഒരു ആദ്യപിതാവിലേക്ക് പോകാതെ ഒരു മതദർശനത്തിനും മുന്നോട്ട് പോകാനാവില്ല. എങ്കിൽ വർണ്ണഭേദങ്ങളില്ലാതെ ആ മനുഷ്യനെ സ്നേഹിക്കാനാണ് എല്ലാ മതാചാര്യന്മാരും പറഞ്ഞത്. യേശുവിന്റെ മുമ്പിൽ എനിക്ക് വെള്ളം തരുമോ എന്ന് ചോദിച്ചു യേശു സെമിരിറ്റൻ വനിതയോട്. അവൾ പറഞ്ഞു, അങ്ങ് ജൂതനാണ്, അങ്ങ് ബനു ഇസ്രായേലിയാണ്, അങ്ങ് വരേണ്യനാണ്, അങ്ങക്ക് ഞാനെങ്ങനെ വെള്ളം തരും? അപ്പോൾ യേശു പറയുന്നുണ്ട്, നീ ഏത് കുലത്തിൽ പിറന്നു എന്നതല്ല എൻ്റെ മുമ്പിലുള്ള പ്രശ്നം, എനിക്ക് നീ ഒരു മനുഷ്യ സ്ത്രീയാണെന്നതാണ് എൻ്റെ വിഷയം എന്ന്. അതുതന്നെയാണ് ശങ്കരാചാര്യരുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് ചണ്ടാളൻ. അപ്പോൾ ശങ്കരൻ ഇങ്ങനെ പറഞ്ഞു അത്രേ, ഒന്ന് മാറി നിൽക്കണമെന്ന്. അപ്പോൾ ശങ്കരനോട് പറഞ്ഞു, അങ്ങ് ആരോടാണ് മാറി നിൽക്കാൻ ആവശ്യപ്പെടുന്നത്? അങ്ങും ഞാനും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ആത്മാവിന്റെ തന്നെ അതേ സംഹിതകളും അതേ ചിന്തയും നിലനിൽക്കുന്ന ഞാനും ഒരു മനുഷ്യനല്ലേ എന്നായിരുന്നു ചോദ്യം. അവിടെയാണ് ശങ്കരൻ പറഞ്ഞത്, എല്ലായിടങ്ങളിലുമുള്ള ആ മഹാചൈതന്യത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നയാൽ ചണ്ടാളനാകട്ടെ, അയാളൊരു ദ്വിജൻ, ഒരു ബ്രാഹ്മണനാകട്ടെ, അയാൾ എൻ്റെ ഗുരുവാകുന്നു എന്നാണ്. എൻ്റെ ഗുരു അദ്ദേഹമാണ്. ഏതാണ് ഗുരു? ഗുരുരിത്തേഷാ മനീഷാ മമ, അദ്ദേഹമാണ് എൻ്റെ ഗുരു എന്ന് പറയുന്നിടത്ത് ശങ്കരാചാര്യർ പറഞ്ഞു, ഈ ഭേദങ്ങൾക്കപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യത്വത്തെ കാണാൻ, ഈ ഭേദങ്ങൾക്കപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യത്വത്തെ കാണാനാണ് ലോകത്തെ മുഴുവൻ ആചാര്യന്മാരും പ്രവാചകന്മാരും നമുക്ക് പറഞ്ഞു തന്നത്. അങ്ങനെയെങ്കിൽ മതത്തെ നമുക്ക് അങ്ങനെ ഉൾക്കൊള്ളാൻ സാധ്യമല്ലേ? എന്നാൽ മതങ്ങൾക്ക് വൈവിധ്യങ്ങൾ ഉണ്ടാകും. പക്ഷെ ആ വൈവിധ്യങ്ങൾ എന്ന് പറയുന്നത് തന്നെയും നാം കാണേണ്ടത് ആ വൈവിധ്യം സ്ഥിരീകരിച്ചുകൊണ്ട് തന്നെയല്ലേ ലോകത്ത് വന്ന എല്ലാ ആചാര്യന്മാരും നമ്മോട് സംസാരിച്ചത്. വിശുദ്ധ ഖുർആൻ യുദ്ധത്തെക്കുറിച്ച് പറയുന്നിടത്തും അള്ളാഹു പറഞ്ഞു, യുദ്ധം ചില ഘട്ടങ്ങളിൽ അനിവാര്യമായാൽ ആ അനിവാര്യതയിൽ പ്രതിരോധിക്കേണ്ടി വരുന്നത് നന്മയുടെ സ്ഥാപനത്തിന് വേണ്ടിയാകുമ്പോൾ നന്മ സ്ഥാപിക്കപ്പെടാതെ പോയാൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തകരാറായി വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അവിടെ തകർക്കപ്പെടുന്നത് ക്ഷേത്രങ്ങളും ചർച്ചുകളും സിനഗോഗുകളും മസ്ജിദുകളുമാണ് എന്ന്. അവിടെ തകർക്കപ്പെടുന്നത് മസ്ജിദുകൾ മാത്രമാണെന്നല്ല പറഞ്ഞത്. ലഹുദ്ദിമത്ത് സവാമിഉ വബിയഉൻ വസലവാതുൻ വമസാജിദു യുദ്കറു ഫീഹാ ഇസ്മുല്ലാഹി കതീറ. എന്തൊരു മനോഹരമായ ഒരു പ്രഖ്യാപനമാണത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, യുദ്ധം അനുവദിക്കപ്പെട്ട ഒരു സാഹചര്യത്തെക്കുറിച്ച് പറയുന്നിടത്ത് തന്നെ പറയുന്നു, അങ്ങനെ വരുമ്പോഴും പ്രതിരോധം ആവശ്യമായി വരുന്ന ആ ഘട്ടത്തിൽ അതില്ലാതെ പോയാൽ, അധർമ്മം നിലനിൽക്കുന്നൊരവസ്ഥ സംജാതമായാൽ ലഹുദ്ദിമത്ത് സവാമിഉ, ക്ഷേത്രങ്ങൾ തകർക്കപ്പെടും. എന്തിനാ ഖുർആൻ ക്ഷേത്രങ്ങളെക്കുറിച്ച് വേവലാതി?
ക്ഷേത്രങ്ങൾ നിലനിൽക്കണം, ക്ഷേത്രങ്ങൾ നിലനിൽക്കണം. ലഹുദ്ദിമത്ത് സവാമിഉ വബിയഉൻ വസലവാത്ത്, സിനഗോഗുകൾ, ജൂത ആരാധനാഗേഹങ്ങൾ നിലനിൽക്കണം, സിനഗോഗുകൾ നിലനിൽക്കണം, ചർച്ചുകൾ നിലനിൽക്കണം. എന്നിട്ടേ പറയുന്നുള്ളൂ വമസാജിദു, മസ്ജിദുകൾ. യുദ്കറു ഫീഹ ഇസ്മുല്ലാഹി കസീറ, അല്ലാഹുവിന്റെ നാമങ്ങൾ ധാരാളമായി ഉച്ചരിക്കപ്പെടുന്ന, ധാരാളമായി പ്രകീർത്തിക്കപ്പെടുന്ന മസ്ജിദുകളും. അവയെല്ലാം തകർക്കപ്പെടാതിരിക്കണമെങ്കിൽ ആവശ്യമാകുന്ന ഒരു പ്രതിരോധം നിരന്തരം നടക്കേണ്ടതുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നിടത്തും ആ യുദ്ധത്തിന്റെ ഏറ്റവും അവസാനത്തെ അനിവാര്യതയിൽ തറപ്പിച്ചു നിൽക്കുന്നിടത്ത് ബഹുസ്വരത നിലനിൽക്കണം എന്നാണ് അള്ളാഹു പറയുന്നത്. ബഹുസ്വരത നിലനിൽക്കണം, ഈ വൈവിധ്യം ഉണ്ടാകണം. ആ വൈവിധ്യത്തിനു വേണ്ടി, ആ വൈവിധ്യം നിലനിൽക്കുന്ന കാര്യത്തിൽ ഏറ്റവും ശക്തമായൊരു ചരിത്ര പാരമ്പര്യമുള്ള നാടാണ് നമ്മുടെ നാട്. ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഇന്ത്യ എല്ലാ കാലത്തും സൂക്ഷിച്ച ഏറ്റവും വലിയ പ്രത്യേകത വൈവിധ്യങ്ങളുടെ ഒരു സൗന്ദര്യം നമ്മുടെ രാജ്യം കാത്തു സൂക്ഷിച്ചു എന്നതാണ്. ഇന്ത്യയുടെ അഭ്യുന്നതനായ പ്രസിഡന്റ്, ഇന്ത്യയുടെ ദാർശനിക ചരിത്രകാരനായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ ദാർശനിക ചരിത്ര ഗ്രന്ഥമാകുന്ന ഇന്ത്യൻ ഫിലോസഫിയിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇന്ത്യ എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും വലിയ മനോഹാരിത എന്ന് പറയുന്നത് ഫ്രം ദ ടൈം ഓഫ് ഋഗ്വേദ പീരീഡ് ടിൽ ടുഡേ ഇന്ത്യ ഹാസ് ബീൻ ദ ഹോംലാൻഡ് ഓഫ് റിലീജിയസ് ഡൈവേഴ്സിറ്റി. ഇന്ത്യ എല്ലാ കാലത്തും ഈ മതവൈവിധ്യങ്ങളെ നിലനിർത്തി എന്നതാണ്. എല്ലായിടങ്ങളിലും നിങ്ങൾ കാണേണ്ടത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഏകശിലാകൽപിതമായ ഒരു സംസ്കാരമാണെന്നാണ് ഇപ്പോൾ ചില ഫാസിസ്റ്റുകൾ പറയുന്നത്. അങ്ങനെ പറയുന്നവരോട് പറയട്ടെ, ഇന്ത്യയുടെ ചരിത്രം പഠിക്കണം നിങ്ങൾ. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം എന്താണ്? നമ്മുടെ രാജ്യം ഏതെങ്കിലും ഒരു പ്രത്യേകമായ മതത്തിന്റെ കൂടെ നിന്നിട്ടില്ല. ഇന്ത്യയിലെ ദാർശനിക ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ അറിയാം, ചിലർ ഉപനിഷത്തുകളെയും ദർശനങ്ങളെയും പ്രത്യേകിച്ച് വേദങ്ങളെയും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തവരുണ്ട് നമ്മുടെ നാട്ടിൽ. അതേ ഉപനിഷത്തുകളെ നോക്കി ഈ ഉപനിഷത്തുകളും വേദസംസ്കാരവും യാഗസംസ്കൃതികളുമെല്ലാം ബുദ്ധി പൗരുഷഹീനാനാം ജീവികേതി, ഇത് ബുദ്ധിയും പൗരുഷവുമില്ലാത്ത ആളുകൾക്ക് ജീവിക്കാനുള്ള പണിയാണ് എന്ന് പറഞ്ഞവരും ഇന്ത്യ മഹാരാജ്യത്തുണ്ടായി. എന്തിന്? ജാബാലി എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? രാമായണത്തിൽ ദശരഥ മഹാരാജാവ് രാമനെ അവസാനം 14 കൊല്ലത്തേക്ക് വിടാൻ, ആ 14 കൊല്ലത്തേക്ക് വനവാസത്തിന് പോകുമ്പോൾ ജാബാലി തടുത്തു നിർത്തി പറയുന്നുണ്ട്, അച്ഛന്റെ പ്രീതി കൊണ്ട് സ്വർഗം നേടാമെന്നാണ് നീ പറയുന്നതെങ്കിൽ അങ്ങനൊരു സ്വർഗമില്ല, അങ്ങനൊരു സ്വർഗം ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ പിതൃപ്രീതി കൊണ്ട് സ്വർഗം നേടാമെന്ന് പറഞ്ഞ് ജീവിതം കളയണ്ട, നീ 14 കൊല്ലത്തിന്റെ വനവാസം നിന്റെ ജീവിതത്തെ തന്നെ നശിപ്പിച്ചു കളയും, രാമ തിരിച്ചുപോ എന്ന്. പക്ഷേ ആ ദൈവനിഷേധിയായ ജാബാലിക്ക് ഇരിപ്പിടം കൊടുത്തത് ദശരഥ മഹാരാജാവിന്റെ സദസ്സിലാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് വാത്മീകി. അവിടെയാണ് ഇന്ത്യയെ നമ്മൾ കാണേണ്ടത്. ഇന്ത്യ സ്നേഹത്തിന്റെ പാട്ടുപാടിയ നാടാണ്. ദശരഥനെയും രാമനെയും പഠിപ്പിച്ചു തരുന്ന വാത്മീകി രാമായണം തുടങ്ങുന്നു തന്നെ തമസയുടെ തീരങ്ങളിലൂടെ നടന്നു പോകുന്ന ഒരു വേടൻ അമ്പയ്യുമ്പോ ഒരു ആൺകിളി മരിച്ചു കിടക്കുന്നതിന്റെ മുമ്പിൽ, ഒരു പെൺകിളിയുടെ വേദനയുടെ മുമ്പിൽ നിന്നാണ് മാനുഷാദ പ്രതിഷ്ഠാന്തമഗമ ശാശ്വതീ സമ യത് ക്രൗഞ്ചമിഥുനാത് ഏകം അവധീഹി കാമമോഹിതം എന്ന് തുടങ്ങിയത്. കാട്ടാള, നീ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും സ്വാസ്ഥ്യമില്ലാതെ പോകട്ടെ, നിനക്ക് സ്വസ്ഥതയില്ലാതെ പോകട്ടെ. എന്തേ കാരണം? യത് ക്രൗഞ്ചമിഥുനാത്, 2 ക്രൗഞ്ചമിഥുനങ്ങൾ, രണ്ട് ഇണക്കിളികൾ പരസ്പരം ചുണ്ടുകോർത്ത് പ്രേമബദ്ധമായി നിൽക്കുമ്പോ അതിൽ നിന്ന് ആൺകിളിയെ നീ അമ്പെയ്ത് കൊല്ലുമ്പോ വൈദവ്യത്തിന്റെ തീരാവേദനയുമായി നിൽക്കുന്ന പെൺകിളിയുടെ കരച്ചിൽ എന്റെ ഹൃദയത്തെ ഉലക്കുന്നു. അതുകൊണ്ട് ആ ഒരൊറ്റ കാരണത്താൽ മാത്രം നീ ജീവിതത്തിൽ സ്വാസ്ഥ്യമില്ലാതെ പോകട്ടെ എന്ന് പാടിത്തുടങ്ങിയോടത്താണ് രാമായണം. രാമന്റെ അയനമാണ് രാമായണം, രാമന്റെ വഴി. ആ രാമനെ നെഞ്ചിൽ ചേർത്ത് പിടിച്ച ആളാണ് മഹാത്മജി. ആ രാമനെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചിരുന്ന മനുഷ്യന്റെ നേരെ നിറയൊഴിക്കുമ്പോഴും പറഞ്ഞു നടന്നിരുന്നയാളും രാമന്റെ പേരാണ് പറഞ്ഞത്. അപ്പൊ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ഒന്ന് നാഥുറാം വിനായക് ഗോഡ്സെയുടെ രാമൻ, മറ്റൊന്ന് മഹാത്മജിയുടെ രാമൻ. ഞാൻ പറയുന്നു, ഇന്ത്യക്ക് ആവശ്യം മഹാത്മജിയുടെ സ്നേഹത്തിന്റെ രാമനാണ്, സ്നേഹത്തിന്റെ പാട്ടുപാടിയ വാത്മീകിയുടെ രാമൻ. ആ രാമൻ പറഞ്ഞു തരുന്ന ഉദാത്തമായ സ്നേഹത്തിന്റെ ജീവചരിത്രമാണ്, അല്ലെങ്കിൽ ജീവിതമാണ് രാമായണത്തിലൂടെ നമ്മൾ കണ്ടതെങ്കിൽ ആ രാമന്റെ പേരുച്ചരിച്ച് അവസാനം ആ ശ്വാസം നിലക്കുമ്പോഴും രാമ രാമ എന്ന് തന്നെ പറഞ്ഞു മഹാത്മജി. പക്ഷെ ആ മനുഷ്യന്റെ നേരെയാണ്
ആ മനുഷ്യന്റെ നേരെയാണ് ഹൈന്ദവ ഫാസിസം തോക്കു ചൂണ്ടിയത്. ആ മനുഷ്യൻ രണ്ടു സമുദായങ്ങൾ തമ്മിലടിക്കുമ്പോൾ എനിക്കെന്തു സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞു ജീവിച്ചയാളാണ്. 947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ഇന്ത്യയുടെ ഒരു ഭാഗത്ത്, അതായത് ഡൽഹിയിൽ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷത്തിമർപ്പ്. അവിടെ ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുന്നുണ്ട്. ഇന്ത്യയുടെ ഇന്നത്തെ പാർലമെന്റ് നടുത്തടത്തിൽ നിന്നാണ് അന്നത്തെ പ്രധാനമന്ത്രി, നിയുക്ത പ്രധാനമന്ത്രി പണ്ഡിറ്റ്ജിയുടെ പ്രസംഗം. അറ്റ് ദ സ്ട്രോക്ക് ഓഫ് മിഡ് നൈറ്റ് അവർ when the world sleeps, India will awake to new life and freedom. അർദ്ധരാത്രിയുടെ മണികിളുങ്ങുമ്പോ, ലോകമുറങ്ങുമ്പോ നാം ഒരു പുതിയ വഴിയിലേക്ക്, ഒരു പുതിയ പ്രതീക്ഷയിലേക്ക് ഉണരുന്നു എന്ന പ്രസംഗം. അപ്പോഴും ബാപ്പുജി അവിടെ ഇല്ല. മഹാത്മജിയോട് പത്രക്കാരെ ചോദിച്ചു, അങ്ങെന്തേ അങ്ങോട്ട് പോകാതിരുന്നത്? നവഖാലി തെരുവിലൂടെ നടന്ന മനുഷ്യൻ പറഞ്ഞു, ഇവിടെയാണ് എന്റെ ധർമ്മം. കാരണം ഇവിടെ മനുഷ്യർ തമ്മിൽ അടിക്കുകയാണ്, മുസ്ലിമും ഹിന്ദുവും തമ്മിൽ ചോര വീഴ്ത്തുകയാണ്. ആ ചോര വീഴ്ത്തുന്നോടത്ത് അവന്റെ മുമ്പിൽ നിന്ന് അരുതെന്ന് പറയുക എന്ന ധർമ്മത്തിന്റെ മുമ്പിൽ എന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പുലരി ആഘോഷിക്കാൻ അങ്ങോട്ട് പോകാൻ എനിക്ക് നേരമില്ലെന്ന് പറഞ്ഞ മഹാത്മജി, ആ മനുഷ്യസ്നേഹിയുടെ നേരെ നിറയൊഴിക്കുമ്പോഴുണ്ടാകുന്ന അവന്റെ ചുണ്ടുകളിലും മുഴങ്ങിക്കേട്ടിരുന്ന ശബ്ദം രാമജപമാണെങ്കിൽ ഞാൻ പറയുന്നു, മതത്തെ രണ്ടു തരങ്ങളിൽ നമുക്ക് വായിക്കാനാകും. ഒന്ന്, ഭീകരമായ അർത്ഥത്തിൽ അതിനെ വായിച്ചെടുക്കാനാകും. മറ്റൊന്ന്, സ്നേഹത്തോടെ അതിനെ വായിക്കാനാകും. സ്നേഹത്തോടെ വായിക്കുക, അതാണ് പ്രധാനം. ഐസിസ് എന്ന് പറയുന്ന ക്രൂരന്മാരുടെ മുമ്പിലൂടെ നടന്നു പോകുമ്പോൾ കാറിൽ യാത്ര ചെയ്യുന്ന ദമ്പതികളെ തടുത്തു നിർത്തിയിട്ട് ചോദിച്ചു, നിന്റെ പേരെന്താണ്? യഥാർത്ഥ ജോർജ് മറുപടി പറഞ്ഞു, എന്റെ പേര് മുഹമ്മദ് എന്നാണ്. കയ്യിലിരുന്ന വേദഗ്രന്ഥത്തെക്കുറിച്ച് ചോദിച്ചപ്പോ ഇത് ഖുർആനാണ്. സത്യത്തിൽ അത് ബൈബിളായിരുന്നിട്ട് കൂടി അദ്ദേഹം അങ്ങനെ തന്നെ പറഞ്ഞു, ഇത് ഖുർആനാണ്. എങ്കിൽ അതിൽ നിന്നൊന്ന് ഉദ്ധരിക്കാൻ ആവശ്യപ്പെട്ടപ്പോ ആ വരികൾ ഇങ്ങനെ വായിച്ചു കൊടുത്തു. എല്ലാം കേട്ടപ്പോ ഐസിസ് തീവ്രവാദി പറഞ്ഞു, എന്നാൽ നിനക്ക് പോകാമെന്ന്. ആ തീവ്രവാദികളുടെ തോക്കിൻ മുനയിൽ നിന്ന് പുറത്തു കടന്നപ്പോ ഭാര്യ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു നിങ്ങളുടെ പേര് ജോർജ് എന്നായിരിക്കെ തന്നെ മുഹമ്മദ് എന്ന് പറയാൻ? നിങ്ങൾക്കെങ്ങനെ ധൈര്യം വന്നു നിങ്ങളുടെ കയ്യിലിരുന്നത് ബൈബിൾ ആയിരിക്കെ തന്നെ പരിശുദ്ധ ഖുർആനാണെന്ന് പറയാൻ? നിങ്ങൾക്കെങ്ങനെ ധൈര്യം വന്നു ബൈബിളിൽ തന്നെ ഉദ്ധരിക്കാൻ? അപ്പോൾ ജോർജ് പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഒരു പക്ഷേ അത് ശരിയായിരിക്കുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഒന്നുണ്ട്, അതൊരു വലിയ പാഠമുണ്ട്. ജോർജ് പറഞ്ഞ മറുപടി, എനിക്ക് ധൈര്യമുണ്ട്. ഐസിസ് എന്ന് പറയുന്ന ഈ ഉഗ്ര തീവ്രവാദി പരിശുദ്ധ ഖുർആൻ ഒരു വട്ടമെങ്കിലും നോക്കിയിരുന്നുവെങ്കിൽ അവനിങ്ങനെ ഉഗ്ര തീവ്രവാദിയാകാൻ സാധ്യമാകുമായിരുന്നില്ല എന്ന്. അതാണ് സത്യം. മതത്തെ സ്നേഹത്തോടെ വായിക്കാനാകുമോ? ഏതു മതഗ്രന്ഥങ്ങളെയും അതിന്റെ സന്ദർഭങ്ങളിൽ നിന്ന് നടത്തിയെടുത്താലുണ്ടായിത്തീരാവുന്ന അബദ്ധങ്ങൾ എവിടെയും സംഭവിക്കാറുണ്ട്. നമ്മുടെ നാട്ടിലെ തന്നെ ചില കുട്ടികൾ നാട് വിട്ടുപോയല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ ജീവിച്ച പോലെ ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് ആട്ടുമുട്ടനെ പോലെ താടി വളർത്തിയിട്ടും ആട്ടുമുട്ടന്റെ പിന്നാലെ നടന്നാലും മതമുണ്ടാകുമെന്ന് ധരിച്ചു പോയിടത്താണ് അബദ്ധം. അങ്ങനെയായിരുന്നുവെങ്കിൽ കേരളത്തിൽ കടന്നു വന്ന മഹാസൂഫിവര്യന്മാർ ജീവിച്ചു തീർത്തത്, അവരുടെ ജീവിതങ്ങളിൽ ഏറ്റവും വലിയ കൂട്ടായി നിന്നിരുന്നത് ഈ നാട്ടിലെ ഹിന്ദു സഹോദരന്മാരായിരുന്നു. നമ്മുടെ തൊട്ടയൽപ്പക്കത്ത് നിൽക്കുന്ന മഹാനായ മമ്പുറം തങ്ങൾക്ക് ഒരു കോന്തനായരുണ്ടായിരുന്നു. മഹാനായ കുഞ്ഞായൻ മുസ്ലിയാർക്കൊരു മങ്ങാട്ടച്ചനുണ്ടായിരുന്നു. മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളാണ് തളീക്ഷേത്രത്തിന്റെ മുറ്റത്ത് മതിൽക്കെട്ട് ശരിയാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സത്യാഗ്രഹം ഇരുന്ന മഹാനായ കേളപ്പജിയുടെ കൈപിടിച്ചുയർത്തിയിട്ട്, അങ്ങയുടെ ഈ സത്യാഗ്രഹം അവസാനിപ്പിക്കണം, ഞാൻ തരാം ഈ മതിൽക്കെട്ട് നിർമ്മിക്കാനുള്ള ഈ സമ്പത്ത് എന്ന് പറയാൻ കഴിഞ്ഞ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ. നമ്മൾ ഈ നാടിന്റെ മനോഹരമായ ചിത്രം ഓർക്കൂ നിങ്ങൾ. ഒരുപക്ഷെ എനിക്ക് മുമ്പ് പ്രസംഗിച്ചവരെല്ലാം പ്രസംഗിച്ചിട്ടുണ്ടാകും. പക്ഷെ ഒന്നുണ്ട്, എന്നിട്ടും മലപ്പുറം ജില്ലയൊക്കെ കുറിച്ച് എന്തൊക്കെയാ പറയുന്നത് ചിലർ. ഈ അടുത്ത കാലത്താണ് ഒരു സഹോദരൻ പറഞ്ഞു, വരാഹം പ്രസവിക്കുന്നത് പോലെ പ്രസവിച്ചിടുന്നു എന്ന്. വരാഹം എന്ന് ഞാൻ നല്ല നിലക്ക് പറഞ്ഞതാണ്. അതിന്റെ തനി മലയാളം പറയാൻ എന്റെ നാവ് വഴങ്ങാത്തത് കൊണ്ടാണ്. ബാക്കി വേണമെങ്കിൽ നിങ്ങൾക്കറിയാലോ. ഞാൻ ചോദിക്കട്ടെ, ഗോപാലകൃഷ്ണൻ എന്ന സഹോദരനോട് ചോദിക്കട്ടെ, ഹിന്ദു സഹോദരന്മാരിൽപ്പെട്ട എത്ര പേര് ഇവിടെ തന്നെ ഇരിക്കുന്നു? അഭിവന്ദനായ മധുസൂദനൻ സർ, നോക്കൂ നിങ്ങൾ, നമ്മുടെ രാജ്യം അങ്ങനെ തന്നെയല്ലേ പോകുന്നത്? മലപ്പുറം ജില്ലക്ക് അങ്ങനെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? മലപ്പുറം ജില്ലയിലല്ലേ നാരായണീയത്തിന്റെ കർത്താവ് സാക്ഷാൽ നാരായണ ഭട്ടതിരി? മലപ്പുറം ജില്ലയിലല്ലേ? മലപ്പുറം ജില്ലയുടെ ഓരത്തല്ലേ വീട്ടി ഭട്ടതിരിപ്പാട്? മലപ്പുറം ജില്ലയിലല്ലേ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോ ഈ കൃഷ്ണൻ സവർണ കൃഷ്ണനാണെന്ന് പറയുമ്പോൾ, അല്ല ഇതെന്റെ കൃഷ്ണനാണെന്ന് പറഞ്ഞ പുന്താനൻ നമ്പൂതിരി?
മലപ്പുറം ജില്ലയിലല്ലേ EM ശങ്കരൻ നമ്പൂതിരിപ്പാടെന്ന കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ ലോക വിവർത്തകനായി മാറിയ ഇന്ത്യ കണ്ട പ്രഗത്ഭനായ കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ? എന്നിട്ട് ഈ നാടിനെ കുറിച്ച് എങ്ങനെ പറയാൻ തോന്നുന്നു? പലപ്പോഴും അസഹിഷ്ണുതകൾ പരത്തുന്നവർക്ക് പല തരത്തിലുള്ള ചില അജണ്ടകൾ ഉണ്ടാകാം. പക്ഷെ ഒന്നുണ്ട്, നമ്മുടെ രാജ്യത്തിന്റെ ഈ മനോഹരമായ വൈവിധ്യങ്ങൾ നിലനിൽക്കുക എന്നത് പ്രധാനമാണെന്ന് കാണലാണ് നമുക്ക് ആവശ്യം. ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ ഇപ്പോ ഒരൊറ്റ നിയമം കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ടല്ലോ. ഞാൻ പറയുന്നു, ഒരൊറ്റ നിയമം കൊണ്ട് എന്തു സാധിക്കും? ഒരു യൂണിഫോം സിവിൽ കോഡ് കൊണ്ട് മാത്രം അവസാനിക്കുമോ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രശ്നങ്ങൾ? അങ്ങനെയെങ്കിൽ BR അംബേദ്കർ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? രാജ്യം ഒരു ഏക സിവിൽ കോഡിലേക്ക് പോകണമെന്നൊന്നും എനിക്ക് വാദമില്ല. അങ്ങനെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു നിയമം കൊണ്ടുവരുന്നുവെങ്കിൽ ആ കാലത്തെ ഭരണാധികാരി ദാറ്റ് വിൽ ബി എ മാഡ് റൂളർഷിപ്പ് എന്ന് പറഞ്ഞു അന്ന് ഡോക്ടർ BR അംബേദ്കർ. എനിക്ക് തോന്നുന്നു ആ പ്രവചനം ശരിവച്ചോ? അല്ലാഹു ആലം. 12 മണിക്ക് എഴുന്നേറ്റ് നിന്ന് ഒരു രാജ്യത്തെ മുഴുവനും യാചകന്മാരാക്കാൻ കഴിയുന്ന ഒരു പ്രധാനമന്ത്രി ഭരിക്കുന്ന നാടിന് ഇനി ഇതിനേക്കാൾ വലുതൊക്കെ കേട്ടുകൂടാ എന്നൊന്നും എനിക്ക് ധൈര്യത്തോടെ പറയാൻ സാധിക്കില്ല, അല്ലേ? രാജ്യത്തെ മുഴുവൻ ആളുകളെ ഒരൊറ്റ ദിവസം കൊണ്ട് യാചകന്മാരാക്കാൻ കഴിയുന്ന വിധം സാമ്പത്തിക പരിഷ്കരണമാണത്രേ. അങ്ങനെയൊക്കെ പറയാൻ കഴിയുന്ന ഒരു പ്രധാനമന്ത്രിക്ക് വേണമെങ്കിൽ ചുട്ടെടുക്കുന്ന അപ്പം പോലെ രജിസ്ട്രേഷൻ പോലും ആലോചിക്കാതെ കൊണ്ടുവരാൻ കഴിയുമോ എന്നെനിക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഒന്നുണ്ട്, രാജ്യത്ത് ഒരു നിയമം എന്നതിനേക്കാളും അപ്പുറത്ത് നിൽക്കുന്നത് വൈവിധ്യങ്ങളുടെ സൗന്ദര്യത്തെ നിലനിർത്തുമ്പോഴാണ്. അതുകൊണ്ടാണ് രാജ്യത്തെ പ്രഗത്ഭരായ ദേശീയ നേതാക്കന്മാർ ഒരു ഭരണഘടനയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പോലും പറഞ്ഞു, ഈ രാജ്യം ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെതായി കൂടാ, ഈ രാജ്യം ഒരു സെക്യുലർ സ്റ്റേറ്റ് ആകണം. ഏത് ഘട്ടത്തിലാണിത് പറയുന്നത്? ഒരു ഭാഗത്ത് ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന് പറഞ്ഞൊരു രാജ്യമായി ഒരു വിഭാഗം ആളുകൾ പോകുമ്പോൾ മറുഭാഗത്തുള്ളവർ ആലോചിക്കുന്നത് എന്താണ്? ഇതൊരു മതത്തിന്റെ ഒരു പ്രത്യേക ആശയത്തിന്റെ കൂടെ നിൽക്കാനാവില്ല, മറിച്ച് ഇത് എല്ലാ മതങ്ങൾക്കും നിരന്തരമായ സ്വാതന്ത്ര്യം ലഭ്യമാകുന്ന ഒരു മണ്ണായി ഈ മണ്ണിനെ കാണാനാകണം. അതാണ് ഇന്ത്യ. നോക്കൂ, നിങ്ങൾ സൗദി അറേബ്യയിൽ പോയെങ്ങാനും, ഞാൻ ചുരുക്കാണ്, ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. സൗദി അറേബ്യയിൽ പോയാൽ അവിടെ ഒരു ഖുതുബിയത്ത് കഴിക്കണമെന്ന് നമ്മളങ്ങ് തീരുമാനിക്കാം. ഖുതുബിയത്ത് നിങ്ങൾക്കറിയാലോ. കുത്തുബിയത്ത് കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ട് യാ ഗൗത്തു യാ മുഹിയുദ്ദീൻ എന്ന് 1000 വട്ടം വിളിക്കണ്ട, 100 വട്ടം വിളിക്കുമ്പോഴേക്കും സൗദി ഇന്റലിജൻസ് അറിഞ്ഞാൽ നിർത്താൻ പറയും. നിർത്തിയിട്ടില്ലെങ്കിൽ പിന്നെ പൂട്ടും കൈ രണ്ടും. എന്നിട്ട് കൊണ്ടുപോയി സൂര്യൻ വെളിച്ചം കാണാത്ത സ്ഥലത്ത് കൊണ്ടുപോയി അടക്കും. അതേസമയം ഇന്ത്യയുടെ പാർലമെന്റ് തൊട്ടുമുമ്പിൽ കൊണ്ടുപോയി ഒരു കുത്തുബിയത്ത് കഴിക്കാൻ ടെന്റ് കെട്ടിയാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. എന്തേ കാര്യം? ഇന്ത്യ വൈവിധ്യങ്ങളുടെ മതസംസ്കൃതിയെ അംഗീകരിക്കുന്ന ഒരു ഭരണഘടനയുള്ള നാടാണ്. All persons are equally entitled to freedom of conscience and the right freely to practice, profess and propagate religion എന്ന് പറയുക മാത്രമല്ല, അത് പ്രവർത്തന തലത്തിൽ കൊണ്ടുവന്ന കാര്യത്തിൽ വിജയിച്ച ഒരു നാട് അത് നമ്മുടെ ഇന്ത്യയാണ്, ഇന്ത്യ മഹാരാജ്യമാണ്. ഒരുപക്ഷെ അമേരിക്ക കഴിയില്ല. അമേരിക്കയുടെ ഇനി വരാൻ പോകുന്ന പ്രസിഡന്റും അയാളുടെ ഓഫീസിലേക്ക് കയറണമെങ്കിൽ സാക്ഷാൽ എബ്രഹാം ലിങ്കൻ തൊട്ടുമുത്തിയാതെ ബൈബിൾ തൊട്ടുമുത്തണം. സാക്ഷാൽ ഹുസൈൻ ബറക്കത്ത് ഒബാമയും അത് തൊട്ടുമുത്തിയിട്ടാണ് 2 ടേമുകൾ ഇരുന്നത്. ഒരു പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനിയാകാതെ ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയാകാനാവില്ല. എന്നാൽ ഒരു ജുസു തീർക്കാതെ തന്റെ ജീവിത കർമ്മങ്ങളിലേക്ക് പോലും പോകാതിരുന്ന സാക്ഷാൽ ഡോക്ടർ സക്കീർ ഹുസൈൻ ഇന്ത്യയുടെ പ്രസിഡന്റായിരുന്നു. അങ്ങനെ പറയാനാവില്ലെങ്കിലും ഡോക്ടർ ഫഖറുദ്ദീൻ അലി അഹമ്മദ് ഇന്ത്യയുടെ പ്രസിഡന്റായിരുന്നു. ഡോക്ടർ APJ അബുൽ കലാം ഇന്ത്യയുടെ പ്രസിഡന്റായിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ക്യാബിനറ്റിൽ ഇരുന്നതാരാ? മൗലാന ആസാദാണ്. മൗലാന ആസാദ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ആദ്യത്തെ ക്യാബിനറ്റിലെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ശ്രദ്ധേയനായ ആളാണ്. മൗലാന മുഹമ്മദ് അലി ജൗഹർ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ട കാലത്തിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്നു. മൗലാന മുഹമ്മദ് അലി തന്റെ വീട്ടിലേക്ക് ഗാന്ധിജി വരുന്നു എന്നറിയുമ്പോൾ സന്തോഷപൂർവ്വം തന്റെ തൊട്ടടുത്ത ചന്തയിൽ പോയി ആളുകളോട് പറഞ്ഞു, എനിക്കൊരു കറവ വറ്റാത്തൊരു നല്ല കറവയുള്ള പശുവിനെ കിട്ടണം. എന്തിനെന്നറിയോ? ഗാന്ധിജി എന്ന ബ്രാഹ്മണന് എന്റെ വീട്ടിൽ നിന്ന് മറ്റൊന്നും കഴിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല, പക്ഷെ ഗാന്ധിജിക്ക് കറന്നു കൊടുക്കുന്ന പാല് കൊടുക്കണം. സന്തോഷത്തോടെ ഗാന്ധിജിയെ വരവേൽക്കാൻ ആഗ്രഹിച്ച മൗലാന മുഹമ്മദ് അലി ജൗഹർ. നോക്കണം നിങ്ങൾ, നല്ല ഹിന്ദു, നല്ല മുസ്ലിം, ഒരിക്കലും താടി മാറ്റാത്ത തൊപ്പി മാറ്റാത്ത ഒരാളായിരുന്നു മൗലാന മുഹമ്മദ് അലി. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു വരുമ്പോ ഉമ്മയാണ് ചോദിച്ചത്, മോനെ എന്റെ മോന്റെ താടി മാറിയിട്ടില്ല, എന്റെ മോന്റെ തൊപ്പിയും മാറ്റിയിട്ടില്ലല്ലോ എന്ന്. മാതാവിനോട് പറഞ്ഞു മൗലാന മുഹമ്മദ് അലി,
എന്റെ ഉമ്മ എനിക്ക് പറഞ്ഞു തന്ന മുഹമ്മദ് നബി എന്ന വികാരം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാളിന്റെ മൂർച്ചയുള്ള തണുപ്പത്ത് പോലും ഞാൻ കേംബ്രിഡ്ജിൽ സുബഹി നമസ്കരിക്കാൻ കഴിയും വിധം എന്നെ എന്നും പ്രോജ്വലിപ്പിച്ചു നിർത്തിയിരുന്നു എന്നാണ്. പക്ഷേ ആ മൗലാന മുഹമ്മദ് അലിയാണ് അതേ ഗാന്ധിജിയുടെ വർത്തമാനം കേട്ട് പിന്നെ വാർദ്ധക്യ സഹജമായ മുഴുവൻ അവശതകളും ഉള്ളപ്പോഴും ബക്കിംഹാം കൊട്ടാരത്തിൽ ചെല്ലുന്നത് ഇന്ത്യ കേട്ട ഏറ്റവും ധീരമായ ശബ്ദമെന്നല്ല, ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ പുത്രന് ജന്മം കൊടുക്കാൻ കഴിഞ്ഞൊരു ഉദരമുള്ള പെണ്ണ് ബീഗമാബിതയായതിൽ ഞാൻ അഭിമാനിക്കുന്നുവെന്ന് ഗാന്ധിജി പറയുമാറ് ബക്കിംഹാം കൊട്ടാരം മുഴങ്ങിക്കേട്ടൊരു വലിയ ശബ്ദമുണ്ട്, മിസ്റ്റർ ജോർജ്, എനിക്ക് എന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എന്റെ കയ്യിൽ തരണം. മിസ്റ്റർ ജോർജ് എന്നൊരു രാജാവിനെ വിളിക്കാൻ കഴിയില്ല, ഹിസ് എക്സലൻസി അവർ ബിലൗഡ് ലോർഡ്ഷിപ്പ് എന്നൊക്കെ പറയണം. പക്ഷെ മൗലാന മുഹമ്മദ് അലി പറഞ്ഞത്, മിസ്റ്റർ ജോർജ്, യു ഷുഡ് ഗിവ് മീ ദ സബ്സ്റ്റൻസ് ഓഫ് ഫ്രീഡം ഇൻ മൈ ഹാൻഡ്, എന്റെ കയ്യിൽ എന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം തരണം. അങ്ങനെ പറയാൻ ഇന്ത്യ മഹാരാജ്യത്തെ ആ രീതിയിൽ ഒരുമിച്ചു കാണാൻ കഴിയുന്ന ഒരു കഴിഞ്ഞ കാലങ്ങളിലെ ദേശീയ നേതൃത്വത്തിന്റെ ഈ മനോഹരമായ സ്വപ്നങ്ങളെ പൂവണിയിപ്പിക്കാൻ കഴിയുന്ന വിധമാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകേണ്ടത്. ആ രീതിയിൽ മുന്നോട്ട് പോകേണ്ടതിന് പകരമായി നിരന്തരമായ അസഹിഷ്ണുതകൾ പടർത്തുകയാണ്. ഇപ്പോ ഈ ഇടയെ നടക്കുന്ന ഈ കോമൺ കോഡ് സംബന്ധിയായ ചില ചർച്ചകൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നാറുള്ളത് മുസ്ലിങ്ങൾക്ക് മാത്രം വരാൻ പോകുന്ന ഒരു പ്രശ്നമാണ്. ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെയല്ല. ഇന്ത്യയുടെ ബഹുസ്വരക്ക് നേരെ നടത്തുന്ന ഏറ്റവും വലിയൊരു അജണ്ടയാണ് യഥാർത്ഥത്തിൽ കോമൺ സിവിൽ കോഡ് എന്ന പേരിൽ, യൂണിഫോം സിവിൽ കോഡ് എന്ന പേരിൽ BJP ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഒരിക്കലും അത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല. ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഇന്ത്യയിലെ ഹൈന്ദവരും ഇന്ത്യയിലെ ക്രൈസ്തവ സഹോദരന്മാരും എല്ലാം അവരവരുടേതായ ചില വ്യക്തി നിയമങ്ങളെ അനുസരിച്ച് പോകുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. അത് എന്നേ ഉള്ളതാണ്. നമ്മുടെ രാജ്യം സ്വതന്ത്രമാകുന്നതിന്റെ 10 കൊല്ലം മുമ്പാണ് ഒരു സഹോദരി, പഞ്ചാബ് സ്വദേശിനിയായ സഹോദരി ബ്രിട്ടീഷ് പ്രീവി കൗൺസിലിൽ ഒരു കേസ് കൊടുക്കുന്നത്. എന്തിനെന്നറിയോ? എന്റെ വാപ്പ മരിച്ചപ്പോ എന്റെ പിതാവിന്റെ സ്വത്ത് സഹോദരൻ മുഴുവനും തട്ടിയെടുത്തിരിക്കുന്നു, എനിക്കതിൽ അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. എനിക്കതിൽ അവകാശമുണ്ടെന്ന് പറയുമ്പോൾ പ്രീവി കൗൺസിൽ പറഞ്ഞു, ഇല്ല, നിങ്ങൾക്ക് അവകാശമില്ല, കാരണം പഞ്ചാബ് സ്വദേശത്തെ കസ്റ്റമറി ലോ പ്രകാരം, സാമ്പ്രദായിക നിയമാചാരങ്ങൾ പ്രകാരം നിങ്ങൾക്ക് അവകാശം നൽകാൻ സാധ്യമല്ല എന്ന്. മുസ്ലിം പണ്ഡിതന്മാർ പറഞ്ഞു, അങ്ങനെയല്ല, ആ പെൺകുട്ടിക്ക് 1400 കൊല്ലം മുമ്പുള്ള ഒരു ലെജിസ്ലേഷൻ ഉണ്ട്, അത് മുഹമ്മദ് നബിയുടെ പൂർത്തിയായ മതമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ആ സ്ത്രീക്ക് അവളുടെ പിതാവിന്റെ സ്വത്തവകാശം കൃത്യമായി പറയുന്നുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിക ശരീഅത്ത് പ്രകാരമുള്ള പിതൃ സ്വത്തവകാശം അവൾക്ക് കൊടുക്കണം. ആ വാദം ഉയർത്തിക്കൊണ്ടുവന്നപ്പോഴാണ് 1937 ഇസ്ലാമിക് ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് ഉണ്ടാകുന്നത്. ഇസ്ലാമിക് ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് ഒരു പെണ്ണിന്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടാണ്. 1872 ക്രിസ്ത്യൻ പേഴ്സണൽ ലോ ഉണ്ട്. എന്നാൽ രാജ്യം സ്വതന്ത്രമാകുമ്പോഴും വളരെ വിപുലാകാരിയായി നിൽക്കുന്ന വലിയൊരു സംസ്കൃതിയുടെ പേരായി നിൽക്കുന്ന ഹിന്ദു, ആ ഹിന്ദു സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നില്ല. ഹിന്ദു എന്ന് പറയുമ്പോൾ ഒരൊറ്റ ചരടിൽ കോർക്കാനേ കഴിയില്ല. അവിടെ മതവിശ്വാസിയുണ്ട്, മതമില്ലാത്തവരുണ്ട്, മതം തന്നെ വ്യത്യസ്തമായ അർത്ഥത്തിൽ കാണുന്നവരുണ്ട്. ഇന്നൊരാൾ വന്നിട്ട് പറയാണ്, ഞാൻ ഇന്നത് കണ്ടു, ഞാൻ ആർഷ സംസ്കാരത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു പുതിയ ഉപനിഷത്ത് കൊണ്ടുവരാണെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയില്ല ഒരു ഹിന്ദുവിന്. അതാണ് ഹിന്ദുത്വം. അത്ര വലിയ സ്വാതന്ത്ര്യമുള്ള ഒരു വലിയൊരു സംസ്കൃതിയുടെ പേരാണ് ഹിന്ദുത്വം. പക്ഷേ അതിനെ ഒരുമിച്ച് കൂട്ടാൻ കഴിഞ്ഞിരുന്നില്ല അന്ന്. അതുകൊണ്ടാണ് 47 ശേഷം രാജ്യത്ത് ഭരണഘടന ഉണ്ടാകുമ്പോൾ ഭരണഘടനാ വിദഗ്ധന്മാരിൽ പ്രമാണിയായ ഡോക്ടർ BR അംബേദ്കർ ഒരു യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് അന്ന് പറഞ്ഞത്, ദ സ്റ്റേറ്റ് ഷാൾ endeavor to secure for the citizens a uniform civil code throughout the territory of India എന്ന് പറയുന്നിടത്ത് അതിന്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് കൃത്യമായി പറയുന്നിടത്ത് കാണാം, യഥാർത്ഥത്തിൽ അത് വിപുലാകാരിയായി നിൽക്കുന്ന ഒരു സംസ്കാരമാകുന്ന ഹൈന്ദവ സംസ്കൃതിക്ക് ഒരു യൂണിഫോം കോഡ് ഉണ്ടാകണം എന്നതായിരുന്നു. 55 അത് വന്നു. എന്നിട്ടും ഇനിയും അതിൽ കടക്കാതെ നിൽക്കുന്ന ഒരുപാട് ഗോത്രവർഗങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒരു പ്രത്യേക വിഭാഗത്തെ പോലും ഒരു ചരടിൽ കോർക്കാനാവാതെ നിൽക്കുന്നിടത്താണ് എല്ലാവരെയും കൂടി ഒരുമിച്ച് കൂട്ടണമെന്ന് പറയുന്ന മൗഢ്യധാരണയിൽ ഒരു ഭരണാധികാരിയും അദ്ദേഹത്തിന്റെ മെഷീനറിയും ചലിക്കുന്നതെന്ന് പറയുന്നിടത്താണ് നാം അംബേദ്കറുടെ വാക്കുകളെ വീണ്ടും ഉദ്ധരിക്കേണ്ടി വരുന്നത്, ദാറ്റ് വിൽ ബി എ മാഡ് റൂളർഷിപ്പ്, അതൊരു തരം ഭ്രാന്തൻ ഭരണകൂടമായിരിക്കും എന്ന് പറഞ്ഞത്. അവിടെയാണ് രാജ്യത്തിന്റെ ഭരണഘടന നൽകുന്ന അവകാശാധികാരങ്ങൾ. ചിലപ്പോൾ ചിലർ പറയാറുണ്ടല്ലോ, ശരീഅത്ത് നടപ്പിലാക്കണമെന്ന് ചില ആളുകൾ പറയുന്നു. അങ്ങനെയെങ്കിൽ മുസ്ലിം ശരീഅത്തിന്റെ ഭാഗമായ ശിക്ഷാ നിയമങ്ങളും നടപ്പിലാക്കുമോ? അങ്ങനെയൊന്നില്ല. അത് അബദ്ധധാരണയാണ്. എന്തുകൊണ്ടെന്നാൽ ഒരാൾക്ക് മുസ്ലിമായി ജീവിക്കാൻ ഇവിടെ ഒരു ഇസ്ലാമിക് പീനൽ കോഡ് ആവശ്യമില്ല.
എന്തുകൊണ്ടില്ല? ഒരു മുസ്ലിമിന് വ്യക്തിപരമായി ശിക്ഷകൾ നടപ്പിലാക്കാൻ അധികാരം കൊടുക്കാത്തത് കൊണ്ട് തന്നെ. ഇസ്ലാമിക ശിക്ഷാ നിയമം, ഒരാൾ കള്ളു കുടിച്ചു, അയാളെ നേരെ കൊണ്ടുവന്ന് ചാട്ടവാറിനടിക്കണമെന്ന് ഒരാളോടും പറയുന്നില്ല. അതങ്ങനെ ചെയ്യേണ്ടി വരുന്നത് വ്യവസ്ഥാപിത ഇസ്ലാമികമായ ഭരണകൂടമുള്ളിടത്ത് മാത്രമാണ്. അല്ലാത്തടത്ത് അത് ആവശ്യമില്ലെന്ന് മാത്രമല്ല, അത് അനിസ്ലാമികമാണ്, അത് തീവ്രവാദമാണ്. അതിനാണ് നാം തീവ്രവാദം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ ചില കുട്ടികൾ കവാത്ത് പഠിക്കുന്നു, നമ്മൾ പറയും അത് തീവ്രവാദമാണ്. എന്തുകൊണ്ട്? ആ കവാത്ത് ഈ രാജ്യത്ത് ആവശ്യമില്ലാത്തതാണ്. അതിന്റെ ആവശ്യമില്ല. രാജ്യത്തിന്റെ ജനാധിപത്യ, രാജ്യത്തിന്റെ മതേതര സംഹിതകൾക്കനുസൃതമായി രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് ഈ ബഹുസ്വരതയോടൊപ്പം ജീവിക്കാനാകും. അത് മുസ്ലിമിന്റെ ഇസ്ലാമിക സംസ്കാരത്തോട് പൊരുത്തപ്പെടുന്നതാണ്. അതിന് വ്യത്യസ്തമായ ഒരു ചിന്തയോടും നമുക്ക് യാതൊരു അർത്ഥത്തിലും ആഭിമുഖ്യം പുലർത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് നാം ഒരു പീനൽ കോഡിനെ കുറിച്ച് പറയാത്തത്. പക്ഷെ ഒന്നുണ്ട്, നമ്മുടെ രാജ്യത്തിന്റെ ഒരു ആദാന പ്രദാനം നോക്കൂ നിങ്ങൾ. ഇന്ത്യയിലെ ഈ പറയപ്പെടുന്ന നീതിന്യായ വ്യവസ്ഥിതിയെ മുഴുവനും എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെട്ടിട്ടുള്ളത് ഇസ്ലാമിക നീതിന്യായ വ്യവസ്ഥയെ കൊണ്ടാണ്. ഇസ്ലാമിന്റെ ജുഡീഷ്യൽ പ്രോസസ്സാണ്. നിങ്ങൾ കേൾക്കൂ, നോക്കൂ നിങ്ങൾ. വക്കീൽ എന്താണത്? വക്കീൽ അറബിയാണ്, വക്കാലത്ത് അറബിയാണ്, തഹ്സീൽ അറബിയാണ്, അല്ലേ? ആമീനെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആമീൻ അറബിയാണ്. ആ പറഞ്ഞ അപേക്ഷയെ, ആ ആപ്ലിക്കേഷൻ റദ്ദു ചെയ്തു എന്ന് പറഞ്ഞാൽ, ആ റിട്ട് റദ്ദു ചെയ്തു എന്ന് പറഞ്ഞാൽ റദ്ദ് അറബിയാണ്. ഒരു മുൻസിഫ് കോർട്ടിൽ പോയി എന്ന് പറഞ്ഞാൽ മുൻസിഫ് അറബിയാണ്. നോക്കൂ നിങ്ങൾ, ഈ ജുഡീഷ്യൽ പ്രോസസ്സിൽ പലതും നാം കാണുന്നത് അറബി പദങ്ങളാണ്. എന്തേ കാര്യം? അറബി സംസ്കൃതിയുമായി വലിയ ബന്ധമുണ്ടായിരുന്ന, ഇസ്ലാമിക സംസ്കാരം നിലനിന്നിരുന്ന ഒരു സമൂഹത്തിൽ ഇസ്ലാമിക സംസ്കൃതിയുടെ ജുഡീഷ്യൽ പ്രോസസ്സിനെ നേരെ അങ്ങ് എടുക്കുകയായിരുന്നു സത്യത്തിൽ ബ്രിട്ടീഷുകാർ ചെയ്തത്. IPCയിലെ ഒരുപാട് നിയമങ്ങൾ അങ്ങനെ കാണാൻ കഴിയും. ഈ ആദാന പ്രധാനതയുണ്ടല്ലോ, ഈ കൊള്ളക്കൊടുക്കലുകൾ, അത് രാജ്യത്തിന്റെ സംസ്കാരത്തെ കൂടുതൽ പുഷ്കലമാക്കിയിരിക്കുന്നു എന്ന ബോധ്യമില്ലാതെയാണ് ചില ആളുകൾ, അത് വളരെ സങ്കുചിതമായി നിൽക്കുന്ന ആളുകൾ, മനസ്സു സങ്കുചിതമാണ്, അങ്ങനെയുള്ളവർക്ക് വിശാലമായ മനസ്സോടെ പറയാൻ കഴിയാതെ പോകുന്നു എന്നതാണ് നാം ഈ കാണുന്ന അസഹിഷ്ണുതയുടെ പ്രധാന കാരണം. നല്ല മനസ്സുണ്ടോ? ഏറ്റവും പ്രധാനം എന്തറിയോ? അതും ഇതും എന്ന് പറയാൻ കഴിയുന്നത് തന്നെ സങ്കുചിത മനസ്സിനാണ്. എന്നാൽ വിശാല മനസ്സോ, അവനിതൊക്കെ പറഞ്ഞാൽ ഒടുക്കം പറയുക വസുധൈവ കുടുംബകം, ഈ ഭൂമി തന്നെ തറവാടുന്നതാണ്. ആ ഭൂമി തറവാടാകുന്ന വിധം നന്മ നിലനിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ഞാൻ മലപ്പുറം ജില്ലയെ പ്രത്യേകം അഭിനന്ദിച്ച് പറയുന്നു. മലപ്പുറം ജില്ലയ്ക്കുള്ള വലിയ പ്രത്യേകതയായി കാണേണ്ടതാണ്, രാജ്യം ഏത് ആപത് സന്ധിയിലൂടെ പോകുമ്പോഴും മലപ്പുറം ജില്ല അസാമാന്യമായ സംയമനം കാണിച്ചിട്ടുണ്ട്. 992 കരാള ഭീകരമായ രാത്രിയിൽ ഡോക്ടർ ഗംഗാധരൻ തന്നെ സൂചിപ്പിച്ചല്ലോ, അദ്ദേഹം ഈ പ്രദേശത്തോടെ യാത്ര ചെയ്യുമ്പോൾ കുടുംബവുമായി അദ്ദേഹം ഭീതിയോടെ അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു പോയി, ഇപ്പോൾ യാത്ര ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലൂടെയാണ്, കുടുംബം ഏതെങ്കിലും അർത്ഥത്തിൽ വലിയ ഭീഷണികളെ നേരിടുമോ എന്ന് ആലോചിച്ചു നിൽക്കുമ്പോഴാണ് ഒരു അനൗൺസ്മെന്റ് ഇങ്ങനെ പോകുന്നു. അദ്ദേഹം പറഞ്ഞു, ആ അനൗൺസ്മെന്റിൽ കേട്ടത് ഇതാണ്: മലപ്പുറം ജില്ലയിൽ ഒരു ജീപ്പിൽ ഇങ്ങനെ നിരന്തരമായ അനൗൺസ്മെന്റ്, സഹോദരന്മാരെ, മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സംയമനമാണ് നമുക്ക് പ്രധാനമെന്ന് പറയുന്നു. നമ്മുടെ നാട്ടിലെ ഹിന്ദു സഹോദരന്മാരുടെ ക്ഷേത്രങ്ങളിൽ നിങ്ങൾ പോയി കാവൽ നിൽക്കണമെന്ന് ആവശ്യപ്പെടുന്നു എന്നായിരുന്നു. ഗംഗാധരൻ പറയുന്നു, ഈ ശിഹാബ് തങ്ങൾ ജീവിക്കുന്ന കാലത്ത് നമുക്കൊന്നും സംഭവിക്കില്ല. അന്നത്തെ രാത്രി ആഭ്യന്തര വകുപ്പിന്റെ DGP ചെന്നു കേരളത്തിന്റെ പ്രഗത്ഭനായ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ. അദ്ദേഹം പറഞ്ഞു, ഇന്നത്തെ രാത്രി എനിക്ക് ഭീതിയുണ്ട്. പക്ഷെ മുഖ്യമന്ത്രി പറഞ്ഞു, ഇല്ല, മലപ്പുറത്തെ പാണക്കാട്ട് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുണ്ട്, നിങ്ങൾക്ക് ഭയക്കാതെ നിങ്ങളുടെ വീട്ടിൽ പോയി കിടന്നുറങ്ങാം എന്ന് പറഞ്ഞു കൊടുത്ത്. ഇന്നിപ്പോ കൊടിഞ്ഞി സംഭവത്തിന് ശേഷം പോലും ഇളകാത്ത മനസ്സുമായ ഒരു ജില്ല നന്മയോടെയും സമാധാനത്തോടെയും നിൽക്കുന്നു എന്ന് പറയുന്നിടത്താണ് നാം ഈ സമാധാനം അതിൻ്റെ സംസ്കാരമായി നിലനിർത്തുകയും ജീവിതം അങ്ങനെ ഈ നാടിൻ്റെ മൊത്തം പ്രശ്നങ്ങളുടെ പരിഹാരമായി ഈ രണ്ടത്താണി ഒരു പുതിയ ഉത്തരമാക്കാൻ സാധ്യമാവുകയും ചെയ്താൽ അവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ചെയ്ത ഈ പ്രവർത്തനങ്ങൾ സാർത്ഥമാകുന്നത് എന്ന് മാത്രം പറഞ്ഞ് ഞാൻ അഭിനന്ദനങ്ങളോടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.